കുട്ടിക്കാലത്ത് നമ്മളെ ആകർഷിച്ചിരുന്ന സ്ഥലങ്ങളിലൊന്നാണ് സൂ. വ്യത്യസ്ത ജീവികളെ കാണാനും അവയെക്കുറിച്ച് പഠിക്കാനും അവിടെ നൽകിയ അവസരം വിലമതിക്കാനില്ല എന്നത് തന്നെയാണ് സത്യം. നിങ്ങൾ എപ്പോഴെങ്കിലും മൃഗങ്ങൾക്ക് പകരം മനുഷ്യനെ ആ കൂട്ടിൽ പ്രദർശിപ്പിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു ഇരുണ്ട കാലം മനുഷ്യനുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ടാകും. അതായത് മൃഗങ്ങൾ മനുഷ്യനെ കശാപ്പ് ചെയ്യുന്നതും അതുപോലെ സൂവിൽ നിർത്തുന്നതും, ഇത് മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയമാക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതൊരു സാങ്കല്പിക വീഡിയോ ആണെങ്കിലും അങ്ങനെയുള്ള വീഡിയോകളൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മളെ തോന്നിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ മനുഷ്യരോട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നതാണ് വാസ്തവം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ തന്നെ 2-ാം ലോക മഹായുദ്ധം വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ അതിക്രൂരമായ പ്രദർശനങ്ങൾ ഉണ്ടായിരുന്നത്. ഇത് നടന്നത് യൂറോപ്പിലായിരുന്നു. ഹ്യൂമൻ സൂ നിലവിലുണ്ടായിരുന്നത് വിദേശികളായ ജനങ്ങളെ മൃഗങ്ങളെ പോലെ കൂട്ടിലിട്ട് പൊതുജന സമക്ഷം പ്രദർശിപ്പിക്കുകയും മറ്റുമായിരുന്നു അതിൻ്റെ പരിപാടി. പ്രധാനമായും ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമുള്ള ആളുകളെയായിരുന്നു ഇത്തരം കൂടുകളിൽ പാർപ്പിച്ചിരുന്നത്. അവരുടെ സംസ്കാരത്തെയും ജീവിത രീതിയെയും വിശകലനം ചെയ്യാനും വികലമായി ചിത്രീകരിക്കുകയും ഒക്കെയായിരുന്നു അതിൻ്റെ ഉദ്ദേശം. പാശ്ചാത്യ സംസ്കാരം എത്ര ഉയർന്നതാണെന്ന് പ്രചരിപ്പിക്കാനായിട്ടായിരുന്നു ഇതിൻ്റെ പ്രധാന ദുരുദ്ദേശം. ഈ പ്രദർശനങ്ങളിൽ കാണപ്പെട്ടിരുന്നത് മനുഷ്യനെ ചിന്തിക്കാവുന്നതിലും അപ്പുറം മനുഷ്യൻ ഇത്രയും അധപതിച്ച ആളായിരുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന അത്യന്തം അപമാനകരവും ക്രൂരവുമായ പ്രവർത്തികളായിരുന്നത്. ചെളിമൺ വീടുകളും വ്യാജ സസ്യങ്ങളും ഉപയോഗിച്ച് പിടിച്ചുകൊണ്ടുവരുന്ന ആളുകളുടെ സ്വദേശം സൃഷ്ടിച്ച് അവിടെ അവരെ ജീവിക്കാൻ നിർബന്ധിതരാക്കി, അതുപോലെ പക്ഷികളെ കൂടുകളിൽ വളർത്തുന്നത് പോലെ മനുഷ്യനെ കൂടുകളിലാക്കി വളർത്തുന്ന രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും പരമ്പരാഗത വസ്ത്രങ്ങൾ ഊരിയെടുത്ത് അപരിചിത വസ്ത്രങ്ങൾ അണിയിച്ച് അവരെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിലും അവരുടെ ഭാഷ നിരോധിക്കുകയും വിചിത്രമായ ആചാരങ്ങൾ നടത്താൻ നിർബന്ധിക്കുകയും ഒക്കെ അവർ ചെയ്തിരുന്നു. ഇത് അവരുടെ മാനസികാവസ്ഥയെ തകർക്കുകയും വ്യക്തിത്വത്തെ തകർക്കുകയും ചെയ്തു. കാരണം അവർ ജീവിച്ചിരുന്ന ചുറ്റുപാടുകളുമായിട്ട് മാറ്റി അവർക്ക് പുതിയൊരു ചട്ടക്കൂടുകൾ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു അപ്പോൾ ഉണ്ടായത്. ഓട്ട ഭംഗ എന്ന കോങ്കോ നിവാസിയുടെ കഥ ഇതിന് ഉദാഹരണമാണ്. ലണ്ടനിലെ ബ്രോങ്സ് മൃഗശാലയിൽ 1906 ഒരു കൂട്ടിൽ കുരങ്ങിനൊപ്പം പ്രദർശിപ്പിച്ചാണ് അദ്ദേഹം അപമാനിക്കപ്പെട്ടത്. ഇത്തരം അനുഭവങ്ങൾ നിരവധി ആളുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ ലോകത്തിന് ചിന്തിക്കാൻ ചില കാര്യങ്ങൾ നൽകുന്നതാണ് ഹ്യൂമൻ സൂകളുടെ ചരിത്രം. മാറാരോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുമ്പോൾ വാക്സിനുകളും മറ്റുമൊക്കെ കണ്ടുപിടിക്കുന്നതിന് മൃഗങ്ങളെപ്പോലെ മനുഷ്യനെ ഉപയോഗിച്ചിരുന്നു എന്നും പറയപ്പെട്ടിരുന്നു. എന്തു പറഞ്ഞാലും പഴയ കാലമാണ് സൂപ്പർ എന്ന് പറയുന്നവർ ചരിത്രത്തിനെ കുറിച്ച് വലിയ ബോധ്യമില്ലാത്തവരാണ് എന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവന്നത്. ഇന്ന് മാനുഷികമായിട്ട് മനുഷ്യരെ എത്രത്തോളം മാറ്റി നിർത്തിക്കൊണ്ടും അല്ലെങ്കിൽ എത്ര സ്വാതന്ത്ര്യം നൽകുന്നതെന്നും നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതൊക്കെ കണക്ക് കൂട്ടുമ്പോൾ തന്നെ നമുക്ക് പിടികിട്ടുന്നതാണ്. നമ്മുടെ സംസ്കാരവും ചരിത്രവും വിമർശനാത്മകമായി പരിശോധിക്കാനും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും ഇതുപോലെയുള്ള ക്രൂരമായ ചരിത്രങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒരു കാലത്ത് ഹിറ്റ്ലർ ആണ് ഇതുപോലുള്ള പ്രദർശനങ്ങളൊക്കെ നിരോധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വൈറൽ വീഡിയോകൾ കാണാനിടയായി. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഇതുപോലുള്ള വിശേഷങ്ങളും വാർത്തകളും ഒക്കെ അറിയാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.